എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. എനിക്കൊന്നൊരു ഓൾമോസ്റ്റ് ഒരു 1 വീക്കിൻ്റെ ഗ്യാപ്പായി. വേറൊന്നും കൊണ്ടല്ല, ഇവർ ഭയങ്കര അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല. അത് കാരണം പനി പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് ഗ്യാപ്പായി. അപ്പം ഞങ്ങളുടെ കയ്യിൽ കുറേ വീഡിയോസ് എഡിറ്റൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഇനി വീഡിയോസൊക്കെ ഇനി പതിയെ എഡിറ്റ് ചെയ്തിട്ടിടാം. ഇന്ന് ഞങ്ങൾ പെട്ടെന്ന് ഒരു വീടിനടുത്തൊരു ലുലു ഉണ്ട്, അവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ഞാനും ചേച്ചിയും മക്കളും അച്ചാച്ചനെ ഇവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ. അച്ചാച്ചൻ ഡ്രൈവ് ചെയ്യുവാണ് കാറ്. അപ്പം ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. നിങ്ങളെ കാണത്തില്ല, എന്നെ കാണാം. ഉറപ്പായിട്ട് കാണാമല്ലോ. ഇതാണ് നമ്മുടെ വീടിനടുത്തുള്ള ലുലു ഞങ്ങൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് മാക്സിമം ഡ്രൈവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അച്ഛനപ്പം പതിയെ പിള്ളേരെ സ്ട്രോളറിലൊക്കെ ഇരുത്തി അകത്തോട്ട് കയറ്റുവാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ വന്നിട്ട് കയറി സാധനമൊക്കെ എടുക്കാനായിട്ടുള്ള ഇതിലാണ്. ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് ടോൺസി മമ്മി. അങ്ങനെ ഓരോന്ന് നോക്കുവാണ്. സാൻഡോ പപ്പ ഏതാണ്ട് ക്രീമോ ഏതാണ്ടൊക്കെ എടുക്കുവാണ്. അത് നോക്കാൻ ഏതോ ഒരു ക്രീം എടുത്ത് അവിടുന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. മീന്, ബീഫ്, അങ്ങനെ നൂഡിൽസ് വേണം. പിന്നെ അതൊക്കെ ഏതാണ്ടൊക്കെ കുറേ സാധനം പോയി ഇറങ്ങി വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ. അങ്ങനെ അതിനകത്തൊരു പിന്നെ ഇവന്മാർ ഭയങ്കര ബഹളവും വഴക്കവും ഒക്കെ ആയിരുന്നു. എന്നാലും പിന്നെ കുഴപ്പമില്ലായിരുന്നു. എന്നാലും കരയുമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ വണ്ടി തള്ളിക്കൊണ്ട് ഞാൻ കുറേ നേരം നടന്നു. മമ്മി ഓരോന്നൊക്കെ നോക്കി പൊടികളും ഒക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണമല്ലോ. അപ്പം ഇറങ്ങിയതായതുകൊണ്ട് അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് കണ്ടു. പിന്നെ പപ്പായ്ക്കാണെങ്കിൽ ഇപ്പം വീട്ടിലുണ്ട്, വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും പുറത്ത് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇച്ചിരി ഒളിയും കുറച്ച് വെച്ചിരിക്കുക. അങ്ങനെ മമ്മിക്ക് അവിടെ നിന്ന് അകത്ത് നിന്ന് കയറി വീഡിയോ എടുത്ത് പറയാനായിട്ട് അത് ഭയങ്കര പാടായിരുന്നു. അത് സാധനം എടുക്കാനും അത് പറയാനും കൂടെ പാടുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ബാക്കി ഞാനൊന്ന് ഇങ്ങനെ ചെയ്ത് സംസാരിച്ച് ഇടാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാത്തൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കഴിക്കാൻ ഏത്തയ്ക്കാപ്പവും ഒക്കെ വാങ്ങിക്കാനും പിന്നെ നമ്മൾക്ക് പാമ്പർ വേണമായിരുന്നു. പിന്നെ കുറിക്കാനൊക്കെ ഉള്ളത്. പക്ഷേ കുറിക്കാനുള്ളതെന്ന് ഞങ്ങൾ ചെറിയ അച്ചപ്പമൊക്കെ ആകുമ്പോൾ മക്കൾ കഴിക്കും. എണ്ണ പലഹാരം അതിൽ അച്ചപ്പം കഴിക്കും. പിന്നെ വേറൊന്നും അങ്ങനെ വലുതായിട്ട് അവന്മാർ കഴിക്കില്ല. അച്ചപ്പം കൂടുതൽ കഴിക്കും. അമ്മ സാധനങ്ങൾ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ അറിയുന്നതിന് മുന്നേ നാട്ടിൽ നിന്ന് ഒരു ലോഡ് സാധനങ്ങൾ സാൻഡോ പപ്പയുടെ പപ്പ കൊടുത്തു വിട്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ മിക്സർ, ചിപ്സ്, എന്താണ് അച്ചപ്പം, അലുവ, ഇവന്മാർ തിന്നാണ്ട് ABC കുറേ സാധനങ്ങൾ വെച്ചാൽ കുറേ സാധനം. ഏതാണ്ട് വേണ്ട എത്ര കിലോ വേണോ അത്ര ആരാണ്ട് വന്ന ഓർഡർ കൊടുത്തു വിട്ടു. അവന്മാർ തിന്നുമെന്ന് പറഞ്ഞു. പക്ഷെ അവന്മാർ അതൊന്നും അങ്ങനെ കഴിക്കത്തില്ല. പിന്നെ അമ്മ ഇങ്ങനെ ഓരോന്ന് അവന്മാർക്ക് കഴിക്കാൻ പറ്റിയതൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് വേറെ സ്ഥലമല്ലേ ഇവന്മാരെ കൊണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കണ്ടേ. ഇവന്മാരാണ് കരയുന്നുമുണ്ട്. ഇടയ്ക്ക് ഇവന്മാർക്ക് അവിടെ ഒരു മുട്ടായി കൊടുത്തു. ആ മുട്ടായി മൊത്തം മുഖത്തെത്തും എല്ലാം ആക്കി. അങ്ങനെ അതിന് ബഹളം. അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുക. അത് കഴിഞ്ഞപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സ്ട്രോളി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ
അവന്മാരുമായിട്ട് പിന്നെ ഞാനങ്ങ് നടക്കുമായിരുന്നു. മമ്മി പിന്നെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാനായിട്ടുള്ള അതെല്ലാം വെജിറ്റബിളിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. വെജിറ്റബിളാണോ ഫ്രൂട്ട്സാണോ അതൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കും. കഴിക്കാനായിട്ട് വാങ്ങിക്കാൻ തോന്നുന്നു അവിടെ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് കഴിക്കാൻ വിരിച്ചെന്ന് കഴിക്കാനായിട്ട് അതൊക്കെ വാങ്ങിക്കുമായിരുന്നു. അതുമല്ല അപ്പോൾ കുറച്ച് നേരം അവന്മാർ അടങ്ങിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോ എടുത്തു. നോണാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങിയ പിന്നെ സാൻ്റെ പപ്പായുടെ കൂടെ ഒന്നും മാറത്തില്ല. അവൻ പിന്നെ എടുക്കണം, അവൻ കരച്ചില്ല ബഹളം അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ. പിന്നെ സാൻഡോപ്പി തന്നെ അത് പിന്നെ തള്ളിക്കൊണ്ട് അങ്ങ് നടക്കുമായിരുന്നു അവനെ. ലൂക്ക് പിന്നെ അവനിപ്പം ഭയങ്കര ഡീസൻ്റ്. അപ്പം അങ്ങനെയൊന്നും അവനങ്ങനെ കരയത്തൊന്നുമില്ല. അവൻ ഭയങ്കര നല്ലതായിട്ട് അവനങ്ങനെ ഇരിക്കും. പക്ഷെ മറ്റവനങ്ങ് ഭയങ്കര നിർബന്ധവും അതൊക്കെയാണ്. കുറേ നേരം നോക്കി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവരെ തപ്പി ഞങ്ങൾ വേറെ വഴിക്ക് ഞാനും മക്കളും കൂടെ പോയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഞാനും അങ്ങ് എടുത്തു. ചുമ്മാ ഇങ്ങനെ അവിടെ എല്ലാം നടക്കുന്നതും അവന്മാരും അതിൽ. പക്ഷെ പിന്നെ അവർ പോകുന്നതൊക്കെ ചുമ്മാ അതല്ലാതെ എന്നെ എടുക്കാനിടാം. ഞാൻ എൻ്റെ വീഡിയോയും ഞാൻ നടക്കുന്നതൊക്കെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ നടന്ന്. പിന്നെ ഇവർക്ക് പാമ്പർ ഉപയോഗിക്കുന്നത്. പാമ്പർ അപ്പം നോക്കി നടക്കുമായിരുന്നു. പാമ്പറിൻ്റെ ഓരോന്നും നോക്കി. പിന്നെ കുറേ സാധനങ്ങൾ വീട്ടിലെ ബാത്റൂം വരുന്നു. പിന്നെ അങ്ങനെ കുറേ വാഷ് ചെയ്യുന്നതും ഒക്കെ വാങ്ങിക്കാനായിട്ട് നിന്ന് അതെല്ലാം നോക്കി ഞങ്ങളും അത് തന്നെ. ഞാൻ സാധനം കൊണ്ട് പപ്പ അവരെയും കൊണ്ട് മുന്നേ പോയി. പിന്നെ വീണ്ടും തിരിച്ച് പാമ്പറിൻ്റെ അവിടെ വന്ന് പിന്നെയും ഞങ്ങൾ നോക്കി പാമ്പർ വാങ്ങിക്കാനായിട്ട് വീണ്ടും അവിടെ വന്ന് തിരിഞ്ഞ് മറിഞ്ഞ് ഓരോ സ്ഥലത്തൊക്കെ നടന്നിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് അവിടോട്ട് വന്ന് അത് വാങ്ങിക്കാനായിട്ട്. ഇങ്ങനെ അവിടെ കുറേ നേരം നിന്ന് വർത്തമാനം പറഞ്ഞ് ഞങ്ങളിങ്ങനെ നോക്കി നിന്ന് പിന്നെ കുപ്പി വേണം. പണ്ടൊക്കെ വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു ബോട്ടിൽ അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് പക്ഷേ അതുമൊക്കെ നോക്കും ഇവന്മാർക്ക്. അത് പിന്നെ പപ്പ പിന്നെ പറഞ്ഞെന്നാൽ അവിടെ ഇല്ലെങ്കിൽ അത് ഇവന്മാർക്ക് ക്ലാസ്സിൽ കുടിക്കാനായിട്ടുള്ള കുപ്പി അതും കുറച്ച് നേരം നോക്കി. ഇവന്മാർ വെയിറ്റ് ചെയ്ത് മുട്ടായി നിന്നുകൊണ്ടിരിക്കുമായിരുന്നു. എത്തെല്ലാം ആക്കി ലൂക്ക് മുട്ടായി തിന്നുമായിരുന്നു. നോക്കുന്നുണ്ടോ? ലോക്കിൻ്റെ കൈ ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ കയ്യിൽ ലൂക്ക് നോക്കുന്ന അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടോ? അപ്പോൾ അവൻ്റെ കയ്യിൽ. പിന്നെ അവിടുന്ന് പിന്നെ നടന്ന് മീനും ബീഫും ഒക്കെ വാങ്ങിക്കുന്നിടത്ത് വന്ന് മീൻ വാങ്ങിക്കാൻ നിൽക്കുക. മീനാണോ ബീഫാണോ അതാണ്ട് കട്ട് ചെയ്ത് വാങ്ങിക്കാനായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അവിടെ പിന്നെ അവർ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാൻ്റെ പപ്പ ഇങ്ങനെ നോക്കി നിന്ന്. അപ്പം ഞാൻ നിൽക്കുന്ന കണ്ടപ്പോൾ അപ്പം ഓടിപ്പോയി ഇതെടുത്ത്. പിന്നെ മുട്ടയുടെ സൈഡിലോട്ടൊക്കെ വന്ന് അത് നോക്കാമെന്ന് ഓർത്ത്. പിന്നെ പപ്പ വരുന്നിടമ്പഴത്തേക്ക് ഇവന്മാരെ കൊണ്ട് അവിടെ എല്ലാം നടക്കാമെന്ന് ഓർത്തുകൊണ്ട് നിന്നപ്പോൾ അവൻ സ്ട്രോളിയിൽ നിന്ന് ഇറങ്ങി ഓടി അവൻ്റെ സൈക്കിളിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവൻ ഇച്ചിരി നേരം നടന്നോട്ടേന്ന് ഓർത്ത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതല്ലേ പിന്നെ ബില്ലടിക്കാൻ നേരത്തോട്ട് വന്നു. പിന്നെ തൻ്റെ പപ്പ അവിടെ നിന്നെല്ലാം പെറുക്കി വെച്ച് ബില്ലടിക്കുമായിരുന്നു. അതെല്ലാം പെറുക്കിയപ്പോൾ പിന്നെ അവന് മുട്ടായി വേണം, അത് വേണം, ഇത് വേണം. പിന്നെ ഫുൾ കരച്ചിലായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവനെ കരഞ്ഞപ്പം ഞാൻ പിന്നെ വെളിയിലിറങ്ങിയിട്ട് അവനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടക്കാമെന്ന് പറഞ്ഞിട്ട് ബില്ലടിക്കുന്ന സമയം കൊണ്ട് കുറച്ച് നേരം നടക്കാം അതിനകത്ത്. പിന്നെ ഞാൻ പിന്നെ ഇവന്മാരെ കൊണ്ട് കുറച്ച് നേരം കൂടെ അങ്ങോട്ടൊക്കെ കരച്ചിൽ മാറ്റാനായിട്ട് അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് അവർ വരണ്ടേ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇവന്മാരടങ്ങി നിൽക്കത്തില്ല. മുട്ടായിക്ക് കാറി കൂവി. പിന്നെ അവിടെ ഞാൻ നോക്കി നടന്ന് പിന്നെ അവിടെ എല്ലാം പിന്നെ ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമോ. ഏതാണ്ട് ഏത്തക്കാപ്പം വാങ്ങിച്ചതായിരുന്നു. അപ്പം ഏത്തക്കാപ്പം വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഏത്തക്കാപ്പവും പിന്നെ വേറെ ആണോ മാർക്കറ്റ് പപ്സോ അങ്ങനെ കണ്ട് വാങ്ങിച്ച് വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ അതുമൊക്കെ വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതും വാങ്ങിച്ച് പിന്നെ ബില്ലൊക്കെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബില്ലടിച്ചിട്ട് അവർ കൂടിനകത്തിട്ട് കൊടുക്കുക. ഞങ്ങളപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് മാറി നിന്ന് ഇറങ്ങുന്നിടത്തോട്ട് മാറി നിന്ന്. അപ്പോൾ അവർ നടന്നു വരുന്ന വീഡിയോ എടുക്കാമെന്ന് രണ്ടുപേരും കൂടെ ബില്ലൊക്കെ അടിച്ച് പതിയെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ഞാനിവന്മാരെ കൊണ്ട് വന്നങ്ങ് നിന്ന്. അപ്പം അതെല്ലാം അങ്ങനെ നിന്ന് കഴിഞ്ഞ് പിന്നെ വെളിയിലോട്ട് ഇറങ്ങും കുഴപ്പമൊന്നുമില്ല. അവന്മാർക്ക് പിന്നെ വെളിയിലോട്ട് ഇറങ്ങുമല്ലോ. ഞാൻ വന്ന് വീഡിയോ എടുത്തു. വെളിയിലോട്ട് ഇറങ്ങുന്ന വീഡിയോ എടുത്ത് പിന്നെ ഞാൻ പുറകെ ഇവന്മാരെ കൊണ്ട് ഇറങ്ങി. ഈ കാറേ വരണമല്ലോ. കാറേ വന്ന് കയറി അതിവിടെ വന്നെല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ വണ്ടിയിരുന്ന് ഇവന്മാർക്ക് മുട്ടായി കൊടുത്തു. മുട്ടായി വാങ്ങിച്ചല്ലോ. പിന്നെ ഞങ്ങൾ ഏത്തക്കാപ്പമൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ ഏത്തക്കാപ്പമൊക്കെ കഴിക്കുമായിരുന്നു.
അവന്മാർക്ക് അതൊന്നും നല്ല ഏത്തക്കാപ്പം ഐറ്റങ്ങളൊന്നും വേണ്ട. പക്ഷേ സമൂസ കഴിക്കും, ചിക്കൻ സമൂസ കഴിക്കും അവന്മാർ. അവന്മാർ ആ മുട്ടായി ഇന്നുകൊണ്ട് ഇങ്ങനെ ലോലിപോപ്പ് ചവച്ചിരിക്കുമായിരുന്നു. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പക്ഷേ സ്ട്രോബെറിയുടെ ചുവയോ, പക്ഷേ അവന് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ഞങ്ങൾ പിന്നാണ് അത് ലാസ്റ്റ് മനസ്സിലായി അതൊരു ബബിൾക്കം പോണൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങളത് പിടിച്ച് മാറ്റി. അവനത് പക്ഷേ ഒറ്റക്കടിക്ക് അത് വായിലിട്ടത്. പക്ഷേ ഞങ്ങളത് അറിയുന്നില്ലായിരുന്നത് ബബിൾക്കമാണ്. ഇവന്മാർ കരയാതിരിക്കാനായിട്ട് ഞങ്ങൾ വാങ്ങിച്ചു. ചിലപ്പോൾ ബബിൾക്കമാണോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ വെപ്രാളം പിടിച്ച് ഞങ്ങളത് എടുത്ത് കളഞ്ഞു. മൂത്തവൻ അങ്ങനെ പെട്ടെന്ന് കടിച്ച് പൊട്ടിച്ച് തിന്നത്തില്ല. അവൻ പതിയെ നക്കി പതിയെ സ്ലോയിൽ അതിന് രുചി അറിഞ്ഞ് അതൊക്കെ പതിയെ കഴിക്കത്തുള്ളൂ ആശാൻ. പക്ഷേ കൊച്ചവൻ അങ്ങനെയല്ല. അവനത് പെട്ടെന്ന് അതെങ്ങനെയെങ്കിലും പെട്ടെന്ന് അവൻ ആ മുട്ടായി കടിച്ച് പറിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവനത് പെട്ടെന്ന് അവനത് വായിലാണ് ചവച്ച് കുറേ നേരമായിട്ട് ചവയ്ക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് സംശയം കൊണ്ട് ഞങ്ങൾ പിന്നെ വായിക്കായിട്ട് നോക്കി എടുത്ത് കളഞ്ഞു. പിന്നെ അതിന് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അമ്മ സമാധാനിപ്പിച്ച് അങ്ങനെ ഇരുത്തി. പിന്നെ ഏത്തക്കാപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഏത്തക്കാപ്പം ഇങ്ങോട്ട് തരുന്നു. ഞങ്ങൾ ഏത്തക്കാപ്പം കഴിക്കുക. വീണ്ടും അങ്ങനെ ഉച്ചയായിരുന്നു. ഉച്ചയായതുകൊണ്ട് എല്ലാവർക്കും വിശന്നു. ഇനി ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വേണം കഴിക്കാൻ. ഞങ്ങൾ സാധനമെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിക്കാൻ. ഇവന്മാരെ കൊണ്ട് അവിടെ ഇരുന്നൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പോരും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ വണ്ടിയിലിരുന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അത് ഞാൻ ഓളിയം കുറച്ച് വെച്ചാൽ അത് ഞങ്ങൾ പിന്നെ സംസാരിക്കാമെന്ന് വെച്ചാൽ അമ്മ സംസാരിക്കുന്നില്ലല്ലോ. അമ്മ പറഞ്ഞു പിന്നെ ഇപ്പം ലാസ്റ്റ് പറഞ്ഞങ്ങ് ഞാനങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീടിലോട്ട് പോകുന്ന വഴിയിൽ ട്രാഫിക്കാണ്. കുറേ നേരം നിന്ന് അപ്പോൾ അതാണെങ്കിലും പോകാൻ കഴിയാല. പിന്നെ ഞങ്ങൾ വന്ന് കാർ പാർക്കിങ്ങിൽ വന്ന് ഞങ്ങൾ ലിഫ്റ്റിൽ കയറാനായിട്ട് പോവുമായിരുന്നു. അവൻ തന്നെ നടന്നു. ഞാൻ പിന്നെ പിടിച്ച് അത് കഴിഞ്ഞ് പിന്നെ പിടിച്ച് കയറി. അങ്ങനെ അവനും വന്ന് കയറി. പിന്നെ ഞാൻ ഇടയ്ക്ക് ശകലം വീഡിയോ ഒക്കെ എടുത്തോളൂ. എന്നാന്ന് പറയാം ഇവന്മാരെയും കൊണ്ട് പാടാ വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ ഞങ്ങളെപ്പോഴും വിചാരിച്ച് സംസാരിച്ച് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവരെയും കൊണ്ട് പാടാം. അമ്മ പക്ഷേ ഒറ്റയ്ക്ക് പോകുമ്പോൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് വന്നിറങ്ങി ഞങ്ങളുടെ വീട്ടിലോട്ട് ചെന്ന് കയറി. അപ്പോൾ താക്കോലിട്ട് തുറക്കുവാണ്. അങ്ങനെ ഞങ്ങളുടെ ലുലുവിൽ പോയതിൻ്റെ വീഡിയോ ഇതായിരുന്നു. ചെറിയൊരു വീഡിയോ. അങ്ങനെ അതിന് താക്കോൽ വെയിറ്റ് ചെയ്യുമോ ലൂക്ക് പരിക്കകത്ത് കയറാനായിട്ട്. അങ്ങനെ അതിൻ്റെ ബാക്കിയാണ് കഴിഞ്ഞ ദിവസം ഇട്ടതിൻ്റെ ബാക്കി വീഡിയോ ആണിത്. ലുലുവിൽ പോയിട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ പരിക്കകത്ത് കയറി. അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ലുലുവിലെ വിശേഷം.